ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെറിയൊരു സൈക്കിൾ റൈഡും അതുപോലെ തന്നെ മെട്രോയിൽ ചെറിയൊരു യാത്രയും കൂടെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ കോവിഡ് തുടങ്ങിയ ശേഷം നമ്മൾ ഇതുവരെ മെട്രോയിൽ യാത്ര ചെയ്തിട്ടില്ല. പിന്നെ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളൊരു ന്യൂസ് കണ്ടു, നമുക്ക് മെട്രോയിൽ സൈക്കിൾ കയറ്റി യാത്ര ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയർ, നമ്മൾ എന്തൊക്കെ ചെയ്യണം, നമ്മൾ അതിൻ്റെയൊക്കെ എല്ലാം ഈ വീഡിയോ. ഈ എക്കോ ഫ്രണ്ട്ലി ട്രാൻസ്പോർട്ടേഷൻ വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കൊച്ചി മെട്രോയിലെ 6 സ്റ്റേഷനിൽ നിന്നും നമുക്ക് സൈക്കിള് നമ്മുടെ കൂടെ കൊണ്ടുപോകാനുള്ളൊരു അനുമതി ഉണ്ടായിരുന്നു. അപ്പോൾ ഒരാഴ്ചത്തെ അവരുടെ റെസ്പോൺസ് വളരെ മികച്ച റെസ്പോൺസ് കിട്ടിയതുകൊണ്ട് അവർ ബാക്കിയുള്ള എല്ലാ മെട്രോ സ്റ്റേഷനിൽ നിന്നും നമുക്കിപ്പോൾ സൈക്കിള് നമ്മുടെ കൂടെ കയറ്റാം. നമ്മുടെ വീടിരിക്കുന്ന സ്ഥലം തൃപ്പൂണിത്തുറ തെക്കുംഭാഗത്താണ്. നമ്മുടെ ഇവിടെ നിന്ന് ഉള്ള ഏറ്റവും അടുത്ത മെട്രോ സ്റ്റേഷൻ പേട്ടയാണ്. ഏകദേശം ഒരു 4 കിലോമീറ്റർ ദൂരമാണ് നമ്മുടെ വീട്ടിൽ നിന്ന് മെട്രോ സ്റ്റേഷനിലേക്കുള്ളത്. നമുക്ക് അവിടെ വരെ സൈക്കിള് ചവിട്ടി പോവുകയും നമുക്ക് പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ കാണുകയും പിന്നെ നമുക്ക് മെട്രോ സ്റ്റേഷൻ്റെ അകത്ത് കയറിയിട്ട് എന്തൊക്കെയാണ് നമുക്ക് സൈക്കിൾ കയറ്റാനുള്ള പ്രൊസീജിയർ അതെല്ലാം നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. എന്തായാലും നമുക്ക് നമ്മളിപ്പോൾ തൃപ്പൂണിത്തുറ പാലസ് ക്രിക്കറ്റ് ഗ്രൗണ്ട് കഴിഞ്ഞ് തൃപ്പൂണിത്തുറ ബസ് സ്റ്റാൻഡിലെത്തി. അവിടെ നിന്ന് നമ്മൾ സ്റ്റാച്യു ജംഗ്ഷൻ വഴിയാണ് നമ്മളിപ്പോൾ പേട്ടയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞായറാഴ്ച കൊണ്ട് റോഡുകളിൽ പതിവിലും തിരക്കുറവാണ്. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് സ്റ്റാച്യു ജംഗ്ഷനിലാണ്. നമുക്ക് ഇതിന് റൈറ്റ് സൈഡിൽ കാണുന്നത് മുനിസിപ്പാലിറ്റിയുടെ കൂത്തമ്പലം കോംപ്ലക്സാണ്. അതുപോലെ തന്നെ നമ്മുടെ കൊച്ചി മഹാരാജാവായിട്ടുള്ള രാമവർമ്മയുടെ സ്റ്റാച്ചു ഇതിന് നടുക്ക് തന്നെ ഉണ്ട്. അതുകൊണ്ടാണ് ഇവിടെ സ്റ്റാച്യു ജംഗ്ഷൻ എന്ന പേര് കിട്ടി. നമ്മളിപ്പോൾ സ്റ്റാച്യു ജംഗ്ഷനിൽ നിന്ന് നേരെ ശ്രീപൂർണ്ണത്രേശ്വര അമ്പലത്തിൻ്റെ അതിൽ കൂടെ ചെന്ന് ഇരുമ്പുപാലം വഴിയാണ് നമ്മൾ ഗാന്ധി സ്ക്വയർ വഴി പേട്ടയിലെത്തുന്നത്. നമ്മുടെ ഉത്സവത്തിൻ്റെ സമയത്തൊക്കെ ഈ വഴിക്ക് വരുവാണെങ്കിൽ ഇതിൽ കൂടെ നടക്കാൻ പറ്റാത്ത രീതിയിലുള്ള തിരക്കുണ്ടാവും. രണ്ട് സൈഡിലും കച്ചവട സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാവും.
രാത്രിയൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല രസമാണ്. പക്ഷേ ഇത്തവണ കോവിഡിൻ്റെയൊക്കെ ഉള്ളതുകൊണ്ട് ഇത്തവണ കച്ചവട സ്ഥാപനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ മുമ്പിൽ കാണുന്നതാണ് ശ്രീ പൂർണ്ണത്രേശ അമ്പലം. നമ്മൾ ഇവിടെ നിന്ന് റൈറ്റ് എടുത്തിട്ടാണ് പോകുന്നത്. റൈറ്റ് എടുത്തിട്ട് കുറച്ച് മുമ്പോട്ട് പോയിട്ട് ലെഫ്റ്റ് എടുത്ത് അവിടെ നിന്ന് ഇത് പഴയ ഇരുമ്പുപാലം വഴി. ഇത് നമ്മുടെ ഇരുമ്പുപാലമാണ്. ഒട്ടേറെ ചരിത്ര പ്രാധാന്യമുള്ളൊരു സ്ഥലം തന്നെയാണ് ഈ തൃപ്പൂണിത്തെ സംബന്ധിച്ച് ഇരുമ്പുപാലം. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് 2 വീലറുകൾ മാത്രമാണ് ഇപ്പോൾ ഇതിൽ കൂടെ നമുക്ക് സഞ്ചരിക്കാനുള്ള ഒരു അനുവാദമുള്ളൂ. കാരണം പുതിയ ബൈപ്പാസ് വന്നപ്പോൾ നമുക്ക് ഇതുവഴിയുള്ള ഗതാഗതം നിയന്ത്രിച്ചിരിക്കുകയാണ്. ഏകദേശം ഒരു 100 വർഷത്തോളം പഴക്കമുണ്ട് ഈ ഇരുമ്പുപാലത്തിന്. അതായത് ലണ്ടൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു വെസ്റ്റ് വുഡ് ആൻഡ് ബെയ്ലി ആൻഡ് കോ എന്ന കമ്പനിയാണ് ഈ ഇരുമ്പുപാലത്തിൻ്റെ നിർമ്മാണം നിർവഹിച്ചിരിക്കുന്നത്. അത് 1890 ഈ പാലം നിർമ്മിച്ചത്. ഇതിൻ്റെ അടിയിൽ കൂടെ പോകുന്ന പൂർണ്ണ നദിക്ക് കുറുകെയാണ് ഈ ഇരുമ്പുപാലം നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഇരുമ്പുപാലം വരുന്നതിന് മുമ്പ് ഇവിടെ ശരിക്കും ഒരു തടിപ്പാലം ഉണ്ടായിരുന്ന എന്നാണ് ചരിത്രം പറയപ്പെടുന്നത്. പക്ഷേ അതിൽ കൂടെയൊന്നും ആരും യാത്ര ചെയ്താൽ, കാരണം ഈ നദി മൊത്തം ചീങ്കണ്ണികളുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ വേറെ ചരിത്രം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഉത്സവത്തിനൊക്കെ ആനയൊക്കെ വരുമ്പോൾ ഈ നദി നീന്തി കടന്നിട്ട് വേണം നമ്മുടെ ഉത്സവത്തിനൊക്കെ വരാൻ വേണ്ടി. അതിന് ശേഷമാണ് 1890 ആ സമയത്ത് ഭരിച്ചിരുന്ന മഹാരാജാവ് നമ്മുടെ ഈ ബ്രിട്ടീഷ് കമ്പനി ഈ പാലം നിർമ്മിക്കാൻ കരാർ കൊടുക്കുകയും ഇപ്പോഴും ഏകദേശം ഒരു 130 വർഷമായിട്ടും വലിയ കുഴപ്പങ്ങളൊക്കെ കൂടാതെ ഇത് നിലനിന്ന് പോകുന്നു. പക്ഷെ ചെറിയ ഇരുമ്പുപാലമുണ്ട്, ചെറിയ തുരുമ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്, ഇപ്പോൾ ചെറിയ ബലക്ഷയമൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഇതുവഴിയുള്ള ഗതാഗതമൊക്കെ നിയന്ത്രിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മൾ പേട്ട മെട്രോ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഏകദേശം ഒരു 12-13 മിനിറ്റ് എടുത്ത് നമ്മൾ വീട്ടിൽ നിന്ന് ഈ പേട്ട സ്റ്റേഷൻ വരെ എത്താൻ. നമുക്ക് ഇവിടെ താഴത്ത് ലിഫ്റ്റ് ഉണ്ട്. നമുക്ക് ലിഫ്റ്റിലൂടെ സൈക്കിൾ കയറ്റിയിട്ട് നമുക്ക് ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്തോട്ട് പോകാം. നമ്മുടെ കയ്യിൽ കൊച്ചി മെട്രോ കാർഡ് ഉണ്ട്, പക്ഷേ അതിപ്പോൾ കുറേ നാളായിട്ട് യൂസ് ചെയ്യാത്തതുകൊണ്ട് അത് എക്സ്പയർ ആയെന്ന് എനിക്ക് തോന്നുന്നു. കഴിഞ്ഞ 6 മാസത്തിൽ അത് എക്സ്പയർ ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ കൊച്ചി മെട്രോ കാർഡ് എക്സ്പയർ ആയി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് നോർമൽ ടിക്കറ്റ് എടുത്തിട്ടാണ് നമ്മൾ പോകുന്നത്. ഇവിടെ പേട്ടയിൽ നിന്നും MG റോഡ് വരെ 30 രൂപയാണ് ചാർജ്. സൈക്കിള് കയറ്റുന്നതിന് എക്സ്ട്രാ ചാർജൊന്നുമില്ല. മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു തീമാണ് നമ്മുടെ മെട്രോ സ്റ്റേഷന് കൊടുത്തേക്കുന്നത്, പേട്ട മെട്രോ സ്റ്റേഷൻ കൊടുത്തേക്കുന്നത്. നമുക്ക് നമ്മുടെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ പ്ലാറ്റ്ഫോമിൽ നിന്നും നേരെ മെയിൻ മോളത്തെ പ്ലാറ്റ്ഫോമിലേക്ക് പോകാം. നമ്മൾ പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ കൊച്ചി മെട്രോ 1ാം ഘട്ടത്തിൻ്റെ ഭാഗമായിട്ട് ആലുവ മുതൽ പേട്ട സ്റ്റേഷൻ വരെയുള്ള പണി ഏകദേശം കംപ്ലീറ്റ് പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോൾ പണി നടക്കുന്നത് നമ്മുടെ ഇവിടെ നിന്ന് പേട്ടയം മുതൽ SN ജംഗ്ഷൻ വരെയും പിന്നെ SN ജംഗ്ഷനിൽ മുതൽ തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷൻ വരെയുള്ള പണികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. വളരെ മികച്ച രീതിയിൽ അതിൻ്റെ പണികളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പോകാനുള്ള ട്രെയിൻ അതിവിടെ എത്തിയിട്ടുണ്ട്.
നമ്മുടെ ട്രെയിൻ കുറച്ചും കൂടെ അത് മുമ്പോട്ട് പോയിട്ട് ട്രാക്ക് ചേഞ്ച് ചെയ്തിട്ട് ഓപ്പോസിറ്റ് ട്രാക്കിൽ ഇപ്പോഴത്തെ ട്രാക്കിലാക്കിയിട്ടായിരിക്കും തിരിച്ചു വരുന്നത്. ട്രെയിൻ ട്രാക്ക് ചേഞ്ച് ചെയ്തിട്ട് ഇപ്പോൾ വന്നിരിക്കുകയാണ്. നമുക്ക് സൈക്കിളും കൊണ്ട് എന്തായാലും മെട്രോയിലേക്ക് കയറാം. ഇന്ന് സൺഡേ ആയിട്ട് കൂടി മെട്രോയിൽ തീരെ ആൾക്കാർ കുറവാണ്. ഈ കോവിഡ് സിറ്റുവേഷനൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം ആളുകൾ പബ്ലിക് ട്രാൻസ്പോർട്ടിലൊക്കെ ഉപയോഗിക്കാനൊക്കെ കുറച്ചൊരു വിമുഖത കാട്ടുന്നുണ്ട്. എന്തായാലും കോവിഡൊക്കെ പെട്ടെന്ന് മാറി ബാക്ക് ടു നോർമൽ ലൈഫിലേക്ക് എത്രയും പെട്ടെന്ന് വരട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. ഇതിൽ കൊച്ചി മെട്രോയിൽ സൈക്കിൾ കയറ്റാനുള്ള 3-4 പ്രധാന റൂൾസ് അവർ സ്റ്റേഷനിൽ പറഞ്ഞു തന്നു. ഒന്ന്, നമ്മുടെ സൈക്കിള് നമുക്ക് ഏറ്റവും മുമ്പിൽ അല്ലെങ്കിൽ ഏറ്റവും പുറകിലത്തെ കമ്പാർട്ട്മെൻറ്റിലാണ് നമുക്ക് സൈക്കിൾ കയറ്റാൻ അനുവദമുള്ളൂ. അതിൽ ചെറിയ കമ്പിയിൽ ചെറിയ ബെൽറ്റുകൾ അതിൽ വെച്ചിട്ടുണ്ട്. ആ ബെൽറ്റിൽ അറ്റാച്ച് ചെയ്തിട്ട് വേണം നമ്മൾ സൈക്കിൾ വെക്കാൻ. അതുപോലെ തന്നെ നമ്മൾ സൈക്കിളിൻ്റെ അടുത്ത് തന്നെ നമ്മൾ സ്റ്റേഷനിൽ നിന്ന് കയറി ഇറങ്ങുന്നവരെ നമ്മൾ സൈക്കിളിൻ്റെ കൂടെ തന്നെ നിൽക്കണം എന്നാണ് പറഞ്ഞത്. കാരണം നമുക്ക് സീറ്റിൽ പോയി ഇരിക്കാൻ പാടില്ല, സൈക്കിളിൻ്റെ അടുത്ത് തന്നെ നിൽക്കണം. പിന്നെ ഒരു റൂൾ പറഞ്ഞത്, നമ്മുടെ സ്റ്റേഷനിൽ ഒരിക്കലും നമ്മൾ സൈക്കിൾ ചവിട്ടി കൊണ്ടുപോകരുത്. സൈക്കിൾ നമ്മൾ ഉന്തിക്കൊണ്ട് മാത്രമേ നമ്മൾ ട്രെയിനിൽ കയറ്റാനും അതുപോലെ ട്രെയിനിൽ നിന്ന് ഇറക്കി സ്റ്റേഷൻ താഴത്ത് വരെ എത്തുമ്പോൾ നമുക്ക് ഒരിക്കലും പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഒരിക്കലും സൈക്കിൾ ചവിട്ടിക്കൊണ്ട് പോകാൻ പാടില്ല. ഇത്രയൊക്കെ റൂൾസാണ് മെയിനായിട്ട് അവർ അപ്പം അതുപോലെ തന്നെ വൈറ്റില വാട്ടർ മെട്രോൻ്റെ പണികൾ നടക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വൈറ്റില ഫ്ലൈ ഓവർ പണി പൂർത്തിയായിട്ട് ഇട്ടിരിക്കുകയാണ്. പക്ഷേ ഈ ഇലക്ഷൻ്റെയൊക്കെ പെരുമാറ്റച്ചട്ടമുള്ളതുകൊണ്ടാണ് അത് ഉദ്ഘാടനം വൈകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ തന്നെ അതിൻ്റെ ഉദ്ഘാടനം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മൾ ആ പുറകെ കാണുന്ന ദുൽഖർ സൽമാൻ്റെ വീടാണ്, കാണാം. ജസ്റ്റ് ഒരു മിന്നായം പോലെ പോയി. നമ്മളിപ്പോൾ ഇളങ്കുളമൊക്കെ കഴിഞ്ഞിട്ട് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തോട്ട് പോയിക്കുകയാണ്. നമ്മൾ ക്യാൻഡിലിവർ പാലമൊക്കെ കാണാം. സുരക്ഷിത യാത്ര ഒരുക്കി കൊച്ചി മെട്രോയുടെ പകലൂർ സർവീസ് ആലുവ മെട്രോ സ്റ്റേഷനിൽ നിന്നും നമ്മളിതിപ്പോൾ ക്യാൻഡിലിവർ പാലത്തിൽ ആ വളഞ്ഞ് ആ ടേൺ എടുത്തിട്ടാണ് പോകുന്നത്. വളരെ ഒരു അത്ഭുതപ്പെടുത്തുന്ന ഒരു കൺസ്ട്രക്ഷൻ തന്നെയാണ് ഈ ക്യാൻഡിലിവർ പാലം. നമ്മുടെ ഇറങ്ങാനുള്ള സ്റ്റേഷൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ മഹാരാജാസ് എത്തി. അടുത്ത സ്റ്റേഷനിൽ MG റോഡിലാണ് നമ്മൾ ഇറങ്ങാൻ പോകുന്നത്. സെൻട്രൽ സ്ക്വയർ മാൾ കാണാം തൊട്ട് പുറകിൽ. നമ്മുടെ പത്മ തിയേറ്റർ കഴിഞ്ഞത് നമ്മുടെ MG റോഡ് സ്റ്റേഷനിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് സൈക്കിളൊക്കെ റെഡിയാക്കി വെക്കാം ഇറങ്ങാൻ വേണ്ടി.
നമ്മുടെ MG റോഡ് സ്റ്റേഷൻ എത്തിയിരിക്കുകയാണ്. നമുക്ക് എന്തായാലും സൈക്കിളും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങാം. ചെറിയ ഷോപ്പിങ്ങിനൊക്കെ വരുവാണെങ്കിൽ സൈക്കിള് കൂടെ കൊണ്ട് വന്നു കഴിഞ്ഞാൽ നല്ല ഉപകാരമാണ്. കാരണം നമുക്ക് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് ചെറിയ ദൂരമൊക്കെ പോകണമെങ്കിൽ നമുക്ക് സൈക്കിളിൽ തന്നെ പോകാം. ഇപ്പോൾ ചെറിയ റോഡിൽ കൂടെ ബ്രോഡ്വേയിലൊക്കെ പോകണമെങ്കിൽ ഇപ്പോൾ സൈക്കിൾ കൊണ്ട് പോയിട്ട് നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വേഗം തന്നെ വന്ന് തിരിച്ച് പോകാം. എന്തായാലും എന്തുകൊണ്ടും ഒരു നല്ലൊരു തീരുമാനമാണ് ഈ സൈക്കിള് മെട്രോ സ്റ്റേഷനിൽ കയറ്റാനുള്ളത്. എന്തായാലും ഒരുപാട് ആളുകൾ ഇതുപോലെ സൈക്കിളുമായിട്ട് മെട്രോ സ്റ്റേഷനിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മളിപ്പോൾ MG റോഡ് എത്തി. നമുക്ക് ചെറുതായിട്ടൊരു റൗണ്ട് അടിച്ചിട്ട് തിരിച്ച് മഹാരാജാസ് മെട്രോ സ്റ്റേഷനിൽ കയറി തിരിച്ച് പേട്ടയിലോട്ട് തന്നെ പോവാം. നമ്മൾ ജസ്റ്റ് ഒരു ട്രയലായിട്ട് വന്നതാണ്, പ്രത്യേകിച്ച് ഷോപ്പിങ്ങിനുമായിട്ടൊന്നും വന്നതല്ല.
വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.